ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വളരെ വ്യത്യസ്തമായൊരു വ്ളോഗാണ്. ഞാൻ ഒറ്റയ്ക്കൊരു ചെറിയ യാത്രയ്ക്ക് പോവാണ്, അത് ഡൽഹിയിലേക്ക്. ഐ ഹാവ് നെവർ ആക്ച്വലി എക്സ്പ്ലോർഡ് ഡൽഹി. ഞാൻ പറഞ്ഞില്ല, ഇന്ത്യക്ക് ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്ത് വളരെ കുറവാണ്. പക്ഷേ ഇത്തവണ ഞാൻ ഡൽഹിയിലേക്ക് പോവാണ്. പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ചൈനയിലേക്ക് നമ്മുടെ ട്രാവൽ വിത്ത് OHF എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് പോയിട്ട് അവിടുത്തെ മാർക്കറ്റ്സും കുറച്ച് സൈറ്റ് സീയിങ്ങും ഒരു ബിസിനസ് കം ലെഷർ ട്രിപ്പാണ്. സോ ഇപ്പം ചൈനീസ് വിസ കിട്ടാൻ കുറച്ചധികം പാടാണ്. ആൻഡ് ഞാൻ ഒരു സ്പെഷ്യൽ ചൈനീസ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ അതിന് അവിടെ പോയിട്ട് ബയോമെട്രിക്സ് കിട്ടണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ടൈംസ് നമുക്ക് പോവാം ഒരു വർഷത്തേക്ക്. സോ അങ്ങനത്തെ ഒരു വിസയ്ക്കാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് കിട്ടാനും കുറച്ച് പാടാണ്. എന്തായാലും ബയോമെട്രിക്സ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഡൽഹിയിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ 2 ദിവസം ഡൽഹിയിലെ കംപ്ലീറ്റ് ഒരു ഫുഡും അവിടുത്തെ വൈബും ഒക്കെ മെയിനായിട്ട് ഫുഡ് തന്നെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ ഒരു ഡൽഹി ഫുഡ് സീരീസ് ആയിരിക്കും വരുന്നത്. ആൻഡ് അത്യാവശ്യം നല്ല വെതറായിരിക്കും. പൊല്യൂഷനൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ആൻഡ് ഐ ആം ടെൻസ്ഡ് ആക്ച്വലി. ഡൽഹിയിൽ ഒരു സേഫ്റ്റി ഇഷ്യൂ എപ്പോഴും ഡൽഹിയിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കാണുമല്ലോ. പക്ഷെ എന്തായാലും സൂപ്പർ എക്സൈറ്റഡ് ടു ഈറ്റ് സം അമേസിങ് ഡൽഹി ഫുഡ്. കുറേ ഐക്കോണിക് സ്ഥലത്തേക്ക് പോകണം. ആൻഡ് സോളോ ആയതുകൊണ്ട് നമുക്ക് വളരെ ലോക്കൽ സ്ഥലങ്ങളിലും വളരെ തിക്കിത്തിരഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാം. സോ എന്തായാലും നേരെ നമുക്ക് ഡൽഹിയിലേക്ക്. ഈ യാത്രയിൽ ഇപ്പോൾ ഒന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ബോർഡിംഗ് പാസ് നമ്മൾ ആപ്പിൽ തന്നെ ആഡ് ചെയ്താൽ നമുക്ക് വേറെ ഇവിടെ ക്യൂ ഒന്നും നിൽക്കണ്ട, നേരെ ഫേസ് സ്കാൻ ചെയ്ത് കയറാൻ പറ്റുമേ. കഴിഞ്ഞു, കണ്ടോ എന്ത് എളുപ്പമാണ്, അടിപൊളി. ഡിജിറ്റൽ ഇന്ത്യ. ലാസ്റ്റ് ഇത് ഗോവ എയർപോർട്ടിലാണ് ഈ ഒരു ഡൊമസ്റ്റിക് പോയത്. അത് വെച്ച് നോക്കുമ്പോൾ എന്തൊരു കിടിലനല്ലേ നമ്മുടെ കൊച്ചി എയർപോർട്ട്. ഡൊമസ്റ്റിക് തന്നെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിനൊക്കെ ലുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചി എയർപോർട്ട്. ആൻഡ് ഞാൻ എയർ ഇന്ത്യയിലാണ് പോകുന്നത്. എന്തൊരു സൗകര്യമല്ലേ. എനിക്ക് തോന്നുന്നു ഹാർഡ്ലി ഒരു 2 minutes പോലും എടുത്തില്ല. എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞു. ഇനി ലോഞ്ചിൽ പോയി കുറേ നേരം ഇരിക്കാം. ഞാൻ കുറച്ച് നേരത്തെ വന്നു എയർപോർട്ടിലേക്ക്. ആൻഡ് എന്തോ പോലെ കേട്ടോ, ഇങ്ങനെ പ്രിയം ഏതുമില്ല വഴക്കടിക്കാനും ടെൻഷൻ തരാനായിട്ട്. ലഗേജ് ഇല്ല, ആകെക്കൂടി ചെറിയ ബാക്ക് പാക്ക്, അതിൻ്റെ ഹെഡ്ഫോൺസും നെക്ക് പില്ലോ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊന്നും ട്രാവൽ ചെയ്ത് ശീലമില്ലല്ലോ. എപ്പോഴും ഓവർ ലഗേജ്, ഓവർ സ്ട്രെസ്സിലാണ് എപ്പോഴും നമ്മുടെ യാത്ര. ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ലോഞ്ചിൽ കയറാൻ പറ്റാത്തവർക്കുള്ള ഫുഡ് ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പിസ്സ കോണ്ടിനെൻ്റൽ വേണ്ടവർക്ക് അത്, KFC വേണ്ടവർക്ക് അത്, വെജിറ്റേറിയൻ വേണ്ടവർക്ക് ടിഫിനും, അതുപോലെ തന്നെ ബിരിയാണിയോ ചിക്കൻ കറി വേണ്ടവർക്ക് കറി. എവറിത്തിങ് സോർട്ടഡ്. ഒരു പെർഫെക്റ്റ് ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. വേഗം നമുക്ക് ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട്. വേഗം നമുക്ക് നമ്മുടെ ചെക്കിങ് ക്ലിയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ലോഞ്ചിൽ പോവാം. ഒരു പെർഫെക്റ്റ് എയർപോർട്ടാണ്, എസ്പെഷ്യലി ഡൊമസ്റ്റിക്കിൽ കൊച്ചി എയർപോർട്ട്. വിജയയാത്ര ചെയ്ത് കഴിഞ്ഞാൽ എൻട്രൻസിൽ മാത്രമല്ല കേട്ടോ, സെക്യൂരിറ്റി ചെക്കിലും നമുക്ക് എടുക്കാം. പിന്നെ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞു. ഇപ്പോൾ 11:30, കറക്റ്റ് 2 മണിക്കൂറുണ്ട് നമുക്ക് ഫ്ലൈറ്റ് ബോർഡിങ് ആവാനായിട്ട്. എന്തോരം ഓപ്ഷൻസ്, സ്വീറ്റ്സ്, വാച്ച് ഷോപ്സ്, ബാക്കി മറ്റേ ഡ്യൂട്ടി ഫ്രീ പോലത്തെ സാധനങ്ങൾ. ഡ്യൂട്ടി ഫ്രീ അല്ല, അതുപോലത്തെ ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടുന്ന ഷോപ്സ്. ടൈം സ്പെൻഡ് ചെയ്യാൻ ഡൊമസ്റ്റിക് ആണെങ്കിൽ നമുക്ക് ബോറടിക്കില്ല. ഇരിക്കാൻ കുറേ സ്ഥലങ്ങൾ. എന്തായാലും ഇതൊന്നും നോക്കുന്നില്ല, വെറുതെ പൈസ കളയണ്ട. ഇവിടുത്തെ ജസ്റ്റ് ഒരു ഫുഡ് കോർട്ട് പോലെയാണ്. ഫുഡ് കോർട്ട് അല്ല, റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഫിൽറ്റർ കോഫിയുടെ റേറ്റ് എത്രയാണെന്നറിയോ? 240 rupees കണ്ട. ദാറ്റ് ഇസ് ജസ്റ്റ് സോ എക്സ്പെൻസീവ്. 240 rupees ആണ് വരുന്നത് റേറ്റ്. ശരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രീ ഡൊമസ്റ്റിക്കിലെങ്കിലും ലോഞ്ച് കാർഡ് ഉണ്ടെങ്കിൽ ശരിക്കും ലാഭം കേട്ടോ. നമുക്ക് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും എയർപോർട്ടിൽ നിന്ന് ഒരു കോഫിയും ഒരു ഫുഡും കഴിച്ചാൽ തന്നെ ഏകദേശം ഒരു 600-700 rupees ആവും പെർ ഹെഡ്. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു ലോഞ്ച് കാർഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ വർഷത്തിൽ 1 തവണയോ 2 തവണ യാത്ര ചെയ്യുന്നതാണെങ്കിലും ലാഭമാണ്. ഇപ്പോഴത്തെ കാലത്ത് എനിക്കൊന്നും കിട്ടാനും പാടില്ല. എനിക്കൊന്ന് ഫെഡറലിൻ്റെ സ്കേപ്പി അതൊക്കെ ഡൊമസ്റ്റിക് എയർപോർട്ടിലും കിട്ടും. ഇൻ്റർനാഷണലും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചു. ഇൻ്റർനാഷണൽ ലോഞ്ചിലേക്ക് ആക്സസ് ഉള്ള കാർഡും കൂടെ ഉണ്ടെങ്കിൽ സെറ്റാണ്. ലോഞ്ചിൻ്റെ ആകെയുള്ള ഒരു പ്രശ്നം, ബാംഗ്ലൂർ ലോഞ്ചിലൊന്നും ഇരിക്കാൻ പോലും സ്ഥലം കിട്ടില്ല. കൊച്ചി ലോഞ്ച് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്നാലും ക്യൂ ഉണ്ട് കേട്ടോ. ആൾക്കാർ ഏത് കാർഡ് എടുക്കില്ലയോ എന്ന് അറിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ കാർഡ്സ് കൊടുക്കാൻ വേണ്ടി തന്നെ അത്യാവശ്യം ക്യൂ ഉണ്ട്. കാർഡ്സ് കൊടുക്കാൻ വേണ്ടി ടൈം എടുക്കും. ഇപ്പോൾ കാർഡ് ഇല്ലായിരുന്നെങ്കിൽ 2000 രൂപ തന്നെ. സോ ഒരു 2-3 തവണ ലോഞ്ചിൽ കയറിയാൽ തന്നെ കാർഡ് ലാഭം. കറക്റ്റ് ഇനി ഏകദേശം 2 മണിക്കൂറുണ്ട്, 1.5 മണിക്കൂറുണ്ട്. നല്ല കിടിലൻ ലോഞ്ചാണ്.
ഞാൻ ഫുഡൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ബട്ട് യു ഹാവ് സോ മച്ച് ഓഫ് സീറ്റിംഗ് സ്പേസ് ആൻഡ് ദെൻ ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് ദ റൺവേ. അടിപൊളി. ഒരു സിനിമയും കണ്ട് ഫുഡും കഴിച്ച് 2 മണിക്കൂറോടെ ഇരിക്കുക. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നവർക്ക് മാറിയിരിക്കാനുള്ള സ്ഥലം. അവിടെ ഇരുന്ന് ഒരു പയ്യൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. ചാർജിങ് പോയിൻറ്റ്സ്, ലൗഞ്ച് ചെയർസ്, ഹൈ ടേബിൾ ആൻഡ് ചെയർസ്, അല്ലാതെ സാധാരണ ഡൈനിങ്, എല്ലാം സെറ്റപ്പും ഉണ്ട്. ഇതിൽ ഇത്രയൊന്നും പ്രതീക്ഷയില്ല കേട്ടോ. സാലഡ് ബാർ തന്നെ നോക്ക്, എന്തോരം ഓപ്ഷൻസ് ആണ്. പേസ്ട്രി രാവിലെ തന്നെ, ആൻഡ് ദെൻ സാൻഡ്വിച്ചസ്. ഇത്രയല്ല കേട്ടോ, ഇത് വെറുതെ അവരുടെ ഒരു സൈഡ് ഡിഷസ് മാത്രമാണ്. ഇത് പുലാവ്, സ്റ്റീംഡ് റൈസ്, ദാല്, വെജ് കുർമ, നമ്മുടെ തോരൻ, തവ പൊറോട്ട, മുട്ടക്കറി, ചിക്കൻ കറി, ഭയങ്കര സ്പ്രെഡാണല്ലോ. ചിക്കൻ സാൻഡ്വിച്ച്, ജ്യൂസസ്, ചോക്ലേറ്റ് മൂസ് വരെ ഉണ്ട് കണ്ടോ. എന്തായാലും ഒരു ഷോക്കിംഗ് സ്പ്രെഡ് തന്നെയാണ്. ഹമൂസും പീറ്റ ബ്രെഡ്സും ഫെത്ത ചീസുള്ള സാലഡ്സും സാൻഡ്വിച്ചും ഫുഡാണെങ്കിലും ഹമൂസും കുബൂസും വെരി ഫ്രഷ്. ആപ്പിൾ സാലഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റേ ഇന്റർനാഷണലില് ആൽക്കഹോളും ഫുഡിൻ്റെ ഓപ്ഷൻസും അല്ലാതെ ക്വാളിറ്റി വൈസ് ഡൊമസ്റ്റിക്കും അടിപൊളിയായിട്ടാണ്. സച്ച് ഗുഡ് ഫുഡ്. ഇൻഫാക്ട് ബാംഗ്ലൂരിലെ ഡൊമസ്റ്റിക്കിനെ കാട്ടി നല്ലതാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇനിയും ഉണ്ട് കേട്ടോ 1 മണിക്കൂർ. ദൂരം ടൈമാണ് വെറുതെ ഇരിക്കാനായിട്ട്. പക്ഷെ ഇതൊക്കെ ഭയങ്കര ഒരു ഓക്വേർഡ് ആയിട്ട് തോന്നുന്നു. ശീലമല്ലല്ലോ പിന്നെ ഒരു റിലാക്സിംഗ് ആയിട്ടുള്ള ട്രിപ്പ്. എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞ് നേരെ ഫ്ലൈറ്റ് ടു ഡൽഹി. സമയമായി. ഇനി നേരെ ഡൽഹി. ഫ്ലൈറ്റ് എയർ ഇന്ത്യ ആണ്. സോ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ കാണിക്കാം, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ കാണിക്കാം. ഇല്ലെങ്കിൽ നേരെ നമുക്ക് ഡൽഹി എയർപോർട്ടിൽ വെച്ച് കാണാം. ഇത് എയർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വിസ്താര ഫ്ലൈറ്റാണ് കേട്ടോ. കണ്ട, വിസ്താരയുടെ ഫ്ലൈറ്റാണ്. അപ്പോൾ കുറച്ചും കൂടെ മെന കാണാൻ സാധ്യതയുണ്ട് വിസ്താരയുടെ ഫ്ലൈറ്റ്സ് ആയതുകൊണ്ട്. പക്ഷേ ഈ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് മുംബൈയിലേക്ക് ഈ ഒരു ഫ്ലൈറ്റിൽ ഇക്കോണമി മാത്രമേ ഉള്ളൂ. ബിസിനസ്സും ഇല്ല, പ്രീമിയം ഇക്കോണമി അങ്ങനെയൊന്നും ഇല്ല. തിരിച്ചു വരുമ്പോൾ എനിക്കത് ഇക്കോണമിയും പ്രീമിയം ഇക്കോണമിയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ബിസിനസ്സും സ്പേസ് വളരെ കുറവായിരുന്നു. പക്ഷേ USB ചാർജിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഫോൺ വെക്കാനുള്ള സൗകര്യമുണ്ട്. കുറച്ചും കൂടെ സ്പേസ് ഉണ്ടെങ്കിൽ കുറച്ചും കംഫർട്ടബിൾ ആവായിരുന്നു. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, എമർജൻസി റോളിൽ മാത്രമേ സ്പേസ് ഉള്ളൂ. പിന്നെ ടേക്ക് ഓഫ് വരെ AC വർക്കിംഗ് അല്ലായിരുന്നു. ടേക്ക് ഓഫ് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് AC വർക്ക് ചെയ്തത്. ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇത് ചോറും ചിക്കൻ കറി, കുറച്ച് ഡെസേർട്ട്, ബണ്ണ്, തൈരൊക്കെ കിട്ടി. പക്ഷേ എനിക്കാണ് ലാസ്റ്റ്. പുള്ളിക്കാരനെ കിട്ടാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ട് അടച്ചു വെച്ചു. എന്തായാലും ഫുഡ് വലിയ മോശമൊന്നും അല്ലായിരുന്നു. എന്തായാലും ഒരു 3 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റിന് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഹായ് ഗായ്സ്, അങ്ങനെ ഡൽഹിയിലെത്തി. നല്ല വെതർ കേട്ടോ. ഭയങ്കര പൊല്യൂട്ടഡ് ഒക്കെ ആണെന്നാണ് ന്യൂസിൽ കണ്ടത്. പക്ഷേ എനിക്ക് ഇത് വലിയ കുഴപ്പമായിട്ട് തോന്നില്ല ഇപ്പോൾ. ആൻഡ് ബെസ്റ്റ് തിങ് ഇസ് എ വെതർ. എന്നാലും എക്സൈറ്റഡ്. ഇന്ന് തന്നെ പോയി നല്ല ഡൽഹി ഫുഡ് കഴിക്കണം. റൂമിൻ്റെ കാര്യമുണ്ട്, അത് ഞാൻ ജസ്റ്റ് പറയാം. ആദ്യം എയർപോർട്ടിൽ നിന്നൊന്ന് ഇറങ്ങട്ടെ. എനിക്ക് ഇവിടുന്ന് മെട്രോയിൽ പോകണം എന്നാണ്. 65 രൂപയും കാണ്ടേ ഉള്ളൂ. പക്ഷേ ഒരു ഐഡിയ ഇല്ല, ഞാൻ അധികം റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഡൽഹിയുടെ ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. ഇവിടെ കൊച്ചിക്ക് ഭയങ്കര വലുതാണ്. പക്ഷേ എനിക്കൊന്നും ഇവരുടെ പുതിയ എയർപോർട്ടില്ലേ, ഒരു പുതിയ റിനോവേഷനോ അങ്ങനെയൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഭയങ്കര വലുതാണ്. എന്തോരം ബാഗേജ് കളക്ഷൻ തന്നെയാണ് നോക്ക്. നമ്മുടെ കയ്യിൽ ബാഗേജ് ഫൈലാണ് വരുന്നത്. പക്ഷേ ഇവിടെ മെട്രോയിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് എഴുതിയിട്ടില്ല. അതെ, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ ഞാൻ മെട്രോ. അതെ, ഇവിടെ സൈൻ ബോർഡ് കാണാം, മെട്രോ സ്റ്റേഷൻ. സോ ഡൊമസ്റ്റിക്കിൽ ഇറങ്ങിയാലും എനിക്കൊന്ന് മെട്രോയിലേക്ക് നടക്കാനുള്ള ഒരു ദൂരമുള്ളേ. പെട്രോളിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. എയർ പൊല്യൂഷൻ ആണോ അതോ പെട്രോളിനോ കാറിൻ്റെ വല്ല മണമാണോ എന്നൊരു ഐഡിയ ഇല്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഏകദേശം ഒരു 17 ഡിഗ്രി 16 ഡിഗ്രീസ് ആണ്. ആക്ച്വലി പെർഫെക്റ്റ് ടൈം ടു കം ടു ഡൽഹി ആണ്. ഹോട്ടലിൻ്റെ കാര്യമുണ്ടല്ലോ, ഹോട്ടലില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐബസ് എന്നാണ് ഒരു ബഡ്ജറ്റ് ഹോട്ടൽസാണ്. ഞാൻ ബഡ്ജറ്റ് ഹോട്ടൽസ് ഐബസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഈ ഐബസ് ഹോട്ടൽസ് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിന് കൊച്ചിയിലൊക്കെ ഒരു 3000 രൂപ 4000 രൂപയൊക്കെ ആയിരിക്കും. ബാംഗ്ലൂരിലൊരു 5000, അതും ചിലപ്പോൾ ഒരു 4000 5000 കിട്ടും. ഡൽഹിയിൽ വളരെ ചെറുതാണ്, ഒരു 150 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. ഏറ്റവും ബഡ്ജറ്റ് ഹോട്ടലാണ് ഈ അക്കോറിൻ്റെ ഗ്രൂപ്പിൻ്റെ. അതിനൊരു 12,000 കാണാൻ ഡൽഹി കാണിക്കുന്നത്. അതുകൊണ്ട് ഡൽഹി സോ എക്സ്പെൻസീവ്. നമുക്ക് ബഡ്ജറ്റ് വേണമെങ്കിൽ ഭയങ്കര ചീപ്പായിട്ട് താമസിക്കാം. പക്ഷേ നമ്മളിപ്പം ബാക്കിയുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഹോട്ടൽസില്ലേ, ഈ മാരിയറ്റും അല്ലെങ്കിൽ ഇപ്പം നോവോട്ടൽ, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഹോട്ടൽസ് താമസിക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ്. ഐ തിങ്ക് സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ആസ് എക്സ്പെൻസീവ് അല്ലെങ്കിൽ മോർ എക്സ്പെൻസീവ് ദാൻ യൂറോപ്പ് എന്ന് എനിക്ക് തോന്നുന്നത്.
അതുകൊണ്ട് എൻ്റെ വളരെ ഒരു നോർമൽ ഹോട്ടലാണ് എടുത്തത്. അതിന് തന്നെ ഒരു 3000 രൂപയുടെ കണ്ട് അടുത്തായി, 2800 രൂപയും കണ്ടായി പെർ ഡേ. അതെങ്ങനെ ഇരിക്കും എന്നറിയില്ല. സോ ഹോട്ടലിൻ്റെ ഒരു ടെൻഷൻ മാത്രമുണ്ട്. പിന്നെ ഡൽഹി ബെല്ലിയുടെ അവർ മെട്രോയിലേക്കൊക്കെ ഉള്ള കണക്ടിവിറ്റി നല്ല കേട്ടോ. ഫുൾ ഇതുപോലെ ഷെയ്ഡഡ് ആയിട്ടുള്ള വാക്ക് വേസ് ഉണ്ട്. നേരെ എനിക്കൊന്ന് മെട്രോ സ്റ്റേഷൻ്റെ അകത്തേക്ക് തന്നെ പോയി കണക്ട് ചെയ്യും. ഞാൻ പോയി ഇറങ്ങേണ്ട സ്റ്റേഷൻ്റെ പേര് രാമകൃഷ്ണ മെട്രോ സ്റ്റേഷൻ എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ടെർമിനൽ 2 നടന്ന് ടെർമിനൽ 3 വന്ന് ടെർമിനൽ 3 മെട്രോൻ്റെ എൻട്രൻസ് വരുന്നത്. അത് കൊള്ളാമല്ലോ. അപ്പോൾ എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ടെർമിനലിൽ നിന്ന് തന്നെ ഉണ്ട് മെട്രോ സ്റ്റേഷൻ. എനിക്ക് തോന്നുന്നു ഇത് സെറ്റപ്പാണ് കേട്ടോ. നല്ല രീതിയിൽ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് എയർപോർട്ടിൻ്റെ അടിയിൽ കൂടെയാണെന്ന് തോന്നുന്നു എനിക്ക് റോഡ് ക്രോസ് ചെയ്ത് മെട്രോ സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. എന്തായാലും കുറ്റം പറയാൻ വയ്യ. ബെസ്റ്റ് എയർപോർട്ട് ഫോർ ദ 6th കോൺസിക്യൂട്ടീവ് ഇയർ ഇൻ ഇന്ത്യ ആൻഡ് സൗത്ത് ഏഷ്യ. അത് ഇവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഇവരുടെ പ്ലാനിങ്ങും മെട്രോ കണക്ടിവിറ്റിയും അകത്തുള്ള എയർപോർട്ടിൻ്റെ ബാഗേജ് വരുന്ന സ്പീഡും എല്ലാം കൂടെ കൊണ്ടും സംഭവമാണ് ഡൽഹി എയർപോർട്ട് കേട്ടോ. സംഭവമാണ്. ഇതൊക്കെ ശരിക്കും ഒരു ചൈനയും ആ ഒരു രാജ്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യാം. നമ്മുടെ ഈ ഒരു കണക്ടിവിറ്റിയൊക്കെ ഇങ്ങനെ കവേർഡ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്യാതെ ഇങ്ങനെ അടിയിൽ കൂടെയൊക്കെ വാക്ക് വേ വരുന്നത് സൂപ്പർ. ഇവിടുന്ന് ഒരു മെട്രോ കാർഡ് എടുത്ത് എനിക്കൊന്നും കാർഡൊന്നുമല്ല, 50 രൂപ 60 രൂപ പ്ലസ് ഇവിടുന്ന് 3 മെട്രോ മാറിക്കയറണം. സോ വേർത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് അവോയ്ഡ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് മാത്രമേ എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ടാക്സി പോയാനെ. എന്തായാലും നോക്കാം. ഇത് അണ്ടർഗ്രൗണ്ട് മെട്രോ എന്ന് തോന്നുന്നു കേട്ടോ. അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനാണ് എയർപോർട്ടിൽ നിന്നുള്ളത്. ഫുൾ സെറ്റപ്പാണല്ലോ. ഒരുപാട് കേട്ടിട്ടുണ്ട് ഡൽഹി മെട്രോനെ കുറിച്ച്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മെട്രോ കാണുന്നത് കേട്ടോ. ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്, പ്ലസ് ഇതുണ്ട് ലഗേജ് വെക്കാൻ ഇങ്ങനത്തെ റാക്കും ഉണ്ട്. ശരിക്കും എബ്രോഡൊക്കെ ഉള്ള പോലത്തെ ഒരു മെട്രോ. എല്ലായിടത്തും ഇങ്ങനത്തെ സീറ്റാണ്, സാധാരണ നമ്മൾ ട്രെയിൻസിലൊക്കെ ഉള്ള പോലത്തെ സീറ്റ്. ഞാൻ ഡൽഹി മെട്രോ ന്യൂ ഡൽഹി എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ഇവിടെ നിന്ന് ഗൂഗിൾ മാപ്പിൽ 2 മെട്രോ മാറിക്കയറണം. പക്ഷെ നടക്കാനാണെങ്കിൽ 1 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഓട്ടോയിൽ പോകുന്നതാണ് മെട്രോ വെറുതെ മാറിക്കയറണം. ഭയങ്കര തിരക്ക് മെട്രോയിൽ. മെട്രോയിൽ നിന്ന് ഇറങ്ങാനുള്ള തിരക്ക് തന്നെ കണ്ട. അതാ പറഞ്ഞത്, ഈ ടൈമിൽ മെട്രോയിൽ പോയാൽ ചപ്പാത്തിയായിട്ട് വെളിയിൽ ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ബുദ്ധിപരമായിട്ട് ഇറങ്ങി ഓട്ടോയിൽ തന്നെ പോവാം. ഒരു കാര്യം സമയം എല്ലായിടത്തും ഓർഗനൈസാണ്. ലിഫ്റ്റിൽ കയറാൻ, എസ്കലേറ്ററിൽ കയറാൻ, അങ്ങനെ മറ്റേ ലൈൻ കട്ടിയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും നല്ല ഓർഡർലി ഫാഷനിലാണ് നിൽക്കുന്നത്. ഇത് കൊള്ളാമല്ലോ. നമ്മളിവിടെ വന്ന്, ഇത് ഡൽഹി മെട്രോ ആണ്, 4 സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് എയർപോർട്ട്. ഇവിടെ നമുക്ക് ലഗേജ് ചെക്ക് ഇൻ ചെയ്യാം. എന്നിട്ട് എയർപോർട്ടിൽ അപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട, ഹാൻഡ് ബാഗ് മാത്രമായിട്ട് പോവാം. അത് സൂപ്പറാണല്ലോ. സംഭവമാണ് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് ഇത് ന്യൂ ഡൽഹി സ്റ്റേഷനിലേക്ക് വന്നു. ഇത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ആൻഡ് ഇനി ഇത് ഭയങ്കര ഡെവലപ്ഡ്. അവിടെ ഫുഡ് കോർട്ട്സും മോൾസും എല്ലാം വരും. ഇപ്പോൾ തന്നെ മുകളിലേക്ക് മെക്ഡോണൾഡ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് ജസ്റ്റ് അമേസിങ് ഡൽഹിയുടെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ അത്രയും റിഫൈൻമെൻറ്റും മോഡേണിറ്റിന്ന് നേരെ ടു ദ സ്ട്രീറ്റ്സ് ഓഫ് ഡൽഹി. വേറെ ലോകത്ത് വന്നിറങ്ങിയ പോലെയാണ്. അതുവരെ വേറൊരു ലോകം, ഇതിൻ്റെ വെളിയിലേക്ക് വേറൊരു ലോകം. എന്തായാലും ഊബർ ഓട്ടോ തന്നെ പിടിക്കാം. പക്ഷേ എന്തൊരു വ്യത്യാസമല്ലേ എൻ്റെ അമ്മ. ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ വന്നല്ലേ അടിപൊളി സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് പത്ത് ഡൽഹിയിൽ ഇപ്പോൾ പോകുന്ന നോക്ക്. ഇലക്ട്രിക്കലാണെന്ന് തോന്നുന്നു. ഇത് ഇലക്ട്രിക്കാണോ എന്താണെന്ന് അറിയില്ല. ഊബറൊന്നും കിട്ടിയില്ല. ഇതൊരു സൈക്കിൾ റിക്ഷ, ഇലക്ട്രിക്കൽ സൈക്കിൾ റിക്ഷ അങ്ങനെ പറയാം. അതിലാണ് ഇപ്പം ഞാൻ പോകുന്നത്. എല്ലാം ഒരു എക്സ്പീരിയൻസ് തന്നെയല്ലേ. ഓ എൻ്റെ അമ്മോ, പാട്ടും ഉണ്ടോ, പൊളിച്ചല്ലോ. ഡൽഹിയിൽ എന്ത് കൺവേർട്ടബിൾ ബെൻസ്, എന്തിന് ലക്ഷറി വണ്ടി. നല്ല വെതർ, ഓപ്പൺ എയർ, പാട്ട് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് സാധനം എത്തും ചെയ്യും. പൊളിയല്ലേ. കംപ്ലീറ്റ് കെയോസ്. പിന്നെ അത് റെയിൽവേ സ്റ്റേഷൻ ഏരിയയും കൂടെ ആയിരിക്കുമല്ലോ. എന്താ ഇത് എവിടെ കൂടെയൊക്കെയാ പോകുന്നത് ഇയാള്? ആഹാ, ഇത് കൊള്ളാമല്ലോ. ഓ, ഇതൊന്നും എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. എന്ത് ഇത് ബ്ലോക്ക്, ബഹളം, വണ്ടി ഇടുന്നു. ഈ വണ്ടിയിലൊക്കെ ഇടിക്കും. ആരും ഒന്നും പറയുന്നില്ല. അടിയായി. ഒരു ട്രിപ്പിലുണ്ടല്ലോ, ഈ ഒരു വണ്ടി പോകുമ്പോൾ ശരിക്കും പോകുന്ന സ്ഥലങ്ങളൊക്കെ പണ്ട് ഒരു 60-70 വർഷം പണ്ട് പോയതുപോലെയുണ്ട്. അതുപോലെ ഇരിക്കുന്നത്. വയേഴ്സും കടകളും വണ്ടികളും റോഡും എല്ലാം. ഒരു ട്രിപ്പിൽ 2 ലോകങ്ങളാണ് കാണുന്നത്. ഇത് നോക്ക്, ഏത് ഏരിയ എന്ന് പോലും അറിയില്ല. പ്യോർ മാഡ്നസ് ആണ്, പ്യോർ മാഡ്നസ്. ഇവിടെ കണ്ട ലോകം ഉണ്ടല്ലോ. പറ്റുമെങ്കിൽ ഒന്ന് വ്ളോഗ് ചെയ്യണം നടന്നുപോയി.
ക്രേസി, നടക്കാൻ പോലും പറ്റില്ല, അത്രയും ഇതാണ്. എന്തൊക്കെയാ ഇവിടെ ഞാൻ കണ്ടേന്നറിയോ? ബെസ്റ്റ് ഏരിയയിലാണ് ഞാൻ റൂം എടുത്തത്. ഞാൻ മറ്റേ നമ്മുടെ കരോൾ ബാഗും അതിനൊക്കെ അടുത്തായിട്ടുള്ള ഹോട്ടൽ നോക്കിയതാണ്. ഈ ഏരിയയിലാണ് എനിക്കും കിട്ടിയത്. ഇതാണ് എൻ്റെ ഹോട്ടൽ, ഹരി പ്യോർക്കോ. റൂം എങ്ങനെയുണ്ട് നോക്കട്ടെ. തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഏരിയയിൽ ഏറ്റവും ലോക്കൽ ഏരിയ ആണല്ലോ, അവിടെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഹോട്ടലാന്ന് തോന്നുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഏരിയ വെച്ച് നോക്കാം കേട്ടോ. റൂം വലിയ കുഴപ്പം കാണാൻ സാധ്യതയില്ലാന്ന് തോന്നുന്നു. 24 hours കറൻസി എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട്, ട്രാവൽസ് എല്ലാം ഇവിടെ തന്നെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ റൂം, ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. നല്ല സിന്താൾ സോപ്പിൻ്റെ മണമാണ്. വലിയ കുഴപ്പമില്ലാതെ ഫ്രിഡ്ജ്, ഒരു വാർഡ്രോബ്, റൂം ഓബ്വിയസ്ലി വൃത്തി വലിയ കുഴപ്പമില്ലാന്ന് തോന്നും. ഭയങ്കര പഴയതാണ്, ഏജൊക്കെ തോന്നിക്കുന്നുണ്ട്. ബട്ട് ദെൻ അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് ക്ലീൻ ആൻഡ് പെയിൻറ്റ്. ബെഡൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ, തീരെ ചെറുതാണ്, ഒരാൾക്ക് ധാരാളമാണല്ലോ. ആൻഡ് എ സി ഒക്കെ ഉണ്ട്. ഇത് എ സിയുടെ സ്വിച്ച് ഉണ്ട്. സെൻട്രലൈസ് എ സി ഒക്കെ ആണല്ലോ, അതിപ്പോൾ വർക്കിംഗ് ആയിരിക്കില്ല. പിന്നെ ടോയ്ലറ്റ്, അതാണല്ലോ മെയിൻ. പ്രിയ ഉണ്ടെങ്കിൽ ഇപ്പം നല്ല വാഷ്റൂമാണ് കേട്ടോ. വെള്ളത്തിന് ടൈമിംഗ് ഒക്കെ ഉണ്ട്, ചൂടുവെള്ളം ഫുൾ ടൈം ഒന്നുമില്ല, അവരൊരു ടൈമിംഗ് പറഞ്ഞിട്ടുണ്ട്. ടവൽസ്, ബാത്റൂമൊക്കെ നല്ല ക്ലീനാണ്. ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ഒക്കെയാണ് കേട്ടോ, അപ്പോൾ വലിയ കുഴപ്പമില്ല. ഓക്കെ, സോ അടുത്ത പരിപാടി ഇവിടെ ഈ ഏരിയയിൽ ഇനി പ്രശ്നം എന്ന് അറിയാം, ഇവിടെ ഊബറൊന്നും വരില്ലെന്നേ. ഇനി വേറെ എവിടെയെങ്കിലും മെയിൻ റോഡിൽ പോയി ഒന്ന് നോക്കണം. ഇവിടെ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, വേറെ ഏതെങ്കിലും ഒരു ഏരിയയിൽ എടുത്താൽ മതിയായിരുന്നു. ഇത് ഞാൻ കരോൾ ബാഗും അതൊക്കെ അടുത്താന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് എടുത്തത്. എന്തായാലും ഇപ്പം എടുത്തു പോയി. ഇനിയിപ്പം 3 ദിവസം ഇവിടെ തന്നെയാണ്. റൂം കുഴപ്പമില്ല, എനിക്കൊന്നും ഇവിടുന്ന് വണ്ടിയും ആക്സസ് ഒക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ എന്തായാലും ഒന്ന് മെയിൻ റോഡിൽ പോയിട്ട് ഇന്നത്തെ ഡിന്നർ ഇവിടെ വന്നിട്ട് ഐക്കോണിക് സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ കഴിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഖുറേഷി കബാബ്, നത്തിങ് ഇസ് മോർ ഫേമസ്. നിഹാരി ഉണ്ട്, നമുക്ക് കബാബ്സ് ഉണ്ട്. ഡൽഹി സോ ഫേമസ് ഫോർ കബാബ്സ്. സോ എന്തായാലും കബാബും നാനും ഒക്കെ ആയിട്ട് ഫസ്റ്റ് ഡേയിലെ ഫുഡ് തീർക്കാം. നാളത്തെ വ്ളോഗിൽ ഇവിടുത്തെ ചാന്ദിനി ചോക്ലെ, ജിലേബി തൊട്ട് സ്വീറ്റ്സ് തൊട്ട് ദ ലെജൻഡറി കരീംസ് എല്ലാം പോയി വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. എത്ര വർഷത്തെ ഹൈപ്പ് കഴിഞ്ഞിട്ടാണ്, എക്സ്പെക്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. എന്തായാലും ഇനിയിപ്പോൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നോക്കിയോ ബഹളമായിരിക്കും. മൈക്ക് അതുകൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ഹോപ്പ്ഫുള്ളി ഞാൻ പറയുന്നതൊക്കെ ക്ലിയറായി കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്രയും ഒരു ക്രൗഡഡ് സ്ഥലം ഞാൻ ഇതുവരെ പേഴ്സണലി പോയിട്ടില്ല കേട്ടോ. ഇത് നോക്കിക്കേ ഏരിയ, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ നിന്നൊന്നും വണ്ടിയെ പിടിക്കുന്നില്ല, നടന്ന് മെയിൻ റോഡിലേക്ക് അടുത്ത മെട്രോ ആക്ച്വലി ഉണ്ട്, ഒരു 600-700 മീറ്റർ നടന്നാൽ അങ്ങനെ വല്ലതും ചെയ്യാം. വണ്ടി പിടിച്ച് എന്തായാലും എവിടെയും പോകാൻ പറ്റില്ല. ക്രേസി ദിസ് പ്ലേസസ്. ഇങ്ങനത്തെ ഒരു ഏരിയയിൽ തന്നെ എന്താണെന്നറിയോ, ഇങ്ങനത്തെ ഒരു ഏരിയ തന്നെ കുറേ കടകളുണ്ട് കേട്ടാ ഇവിടെ. പക്ഷെ വിൽക്കുന്ന സാധനം ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ബാഗ്സും ഇതുപോലത്തെ ഏതിൻ്റെ ഒക്കെ ബാഗ്സ് ആണ് കണ്ട, LVയുടെ ഒക്കെ ബാഗ്സ് ആണ് ഇവിടെ വിൽക്കുന്നത്. എല്ലാം സെറ്റാണ് ഡൽഹിയിൽ, എല്ലാം. അതിൻ്റെ ഇടയ്ക്ക് പഴയ ബിൽഡിംഗ്. ഐ ആം ജസ്റ്റ് ഓവർവെൽംഡ്. ഈ നമുക്ക് ഒരു കുറച്ച് ടൈം എടുക്കുമല്ലോ ഓരോന്നൊന്ന് അക്ലമറ്റൈസ് ചെയ്യാൻ. അതാണ് എനിക്കിവിടെ സംഭവിക്കുന്നത്. എനിക്കിത് ഭയങ്കര ഓവർവെൽമിങ് ആയിട്ടാണ് തോന്നുന്നത്. ഡയറക്ട്ലി ഇൻ മിഡിൽ ഓഫ് കെയോസ്. എന്തായാലും ഇതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യുക. ഐ തിങ്ക് സോ ഐ എം ദ മോസ്റ്റ് ലോക്കൽ ഏരിയ ഓഫ് ഡൽഹി. ഇവിടുത്തെ റേറ്റ്സും സാധനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് വേറൊരു ലൈഫ് തന്നെയാണ് ഇതിൻ്റെ അകത്ത്. ഞാൻ വേറൊരു വ്ളോഗ് ഇത് ഡീറ്റെയിൽ ആയി കാണിക്കാവേ. ആക്ച്വലി നടന്നാണ് പോയത്, 2 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ബട്ട് ഐ ഹാവ് നെവർ, എൻ്റെ ഒരു ട്രാവൽ എക്സ്പീരിയൻസിലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് അത്ര എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ ഇപ്പോൾ വന്ന് ലാൻഡ് ചെയ്ത ഏരിയയുടെയും കൂടെ ആയിരിക്കാം. ഓബ്വിയസ്ലി ഡൽഹിയിലും മില്യണേഴ്സും അങ്ങനത്തെ എല്ലാം ഉണ്ട്, ഭയങ്കര ക്ലീൻ ആൻഡ് സഫിസ്റ്റിക്കേറ്റഡ് ഏരിയ. പക്ഷെ ഞാൻ ഈ ഉള്ള ഏരിയ കൂടെയാണ് വന്നത്. ഐ നെവർ സീൻ സംതിങ് ഇത്രയും കെയോട്ടിക്കും ഇത്രയും ഡേർട്ടിയും ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ആൻഡ് ഇറ്റ് ഇസ് സോ സാഡ് ഓൾസോ. നമ്മുടെ ക്യാപിറ്റലിൽ ഇപ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ ആൾക്കാർ കിടക്കുന്നതെന്ന് കാണിച്ചു തരാവേ. കംപ്ലീറ്റ് ഇങ്ങനെ വിരിച്ച് ആൾക്കാർ നടുക്ക് കിടക്കുക ഫുട്പാത്തിൻ്റെ മീഡിയത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ വണ്ടി വന്ന് കയറും. അത്രയും നമ്മുടെ നാഷണൽ ക്യാപിറ്റലാണ്. ആൻഡ് ഫിൽത്തും ഞാൻ ഡേർട്ടി ഒന്നും കാണിക്കുന്നില്ല, ഇറ്റ്സ് ജസ്റ്റ് വേറെ ലെവലാണ്. പക്ഷെ ഹൗ സാഡ് ഇസ് ദിസ്, എന്തൊരു സാഡാണ്. ഇവരുടെ ഈ കെയോസ് ആണ് മനസ്സിലാവാത്തത്. എങ്ങനെ വണ്ടികളെ ഓടിക്കണം, നടക്കാൻ പോലും സ്ഥലമില്ല. എല്ലാ സൈക്കിൾ റിക്ഷ, ഓട്ടോയും 2 വീലറും ഹോണറിയോടാടി. ജസ്റ്റ് കെയോസ് ആണ്. നമുക്ക് ഇപ്പോൾ ഈ ഖുറേഷി കബാബ് തപ്പിയാ വന്നത്. പക്ഷെ കുറേ ഖുറേഷി കബാബ് കാണുന്നുണ്ട്.
ഒറിജിനൽ സ്ഥലം ഏതാണെന്നൊന്നും ഐഡിയ ഇല്ല, പക്ഷെ ഗൂഗിൾ മാപ്പ് നോക്കി പോവാം. ഇതാണ് ഒറിജിനൽ ഖുറേഷി കബാബ്, അബ്ദുൽ ഖാനി ഖുറേഷി കബാബ്. ഇവിടെ ഇരുന്ന് കഴിക്കാൻ സ്ഥലമില്ലേ? അയ്യോ, വാങ്ങിക്കൊണ്ട് പോകണോ? എൻ്റെ അമ്മോ, കബാബ്സ് നോക്കിക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ത് രസമാണ് നോക്ക്. ഫ്രഷ് ഓഫ് ദ ഗ്രിൽസ് ദ കബാബ്സ്. ഇരിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ, അകത്തേക്ക് പോകണം. കൂടെയാണ് കഴിക്കാൻ പോകേണ്ടത്. ചെറിയ ഇതുപോലത്തെ റോട്ടിൽ കൂടെ പോകണം ഫുഡ് കഴിക്കാനായിട്ട്. എവിടെയാണ് ആക്കിയ റൈറ്റ്, നേരെ പോയിട്ട് റൈറ്റ്. ഇവിടെയാണ്. ഇതിനൊക്കെ കണ്ടീഷൻ നോക്കി എനിക്ക് മറ്റേ ജയ്പൂറോ രാജസ്ഥാൻ എവിടെയൊക്കെ പോയപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു. തോന്നില്ലാട്ടെ ഇരിക്കാത്ത സ്ഥലം കിട്ടും. അത്രയും റഷാ, ഒരാളും കൂടെ ഇല്ല എന്ത് വീഡിയോ എടുക്കാനാ, അത്രയും ക്രേസി അവിടെ. ഇവിടുത്തെ തിരക്ക് ഹൈപ്പ് വേർത്താണോ നോക്കട്ടെ. ഇത് ഇവരുടെ മട്ടൻ കബാബാണ്, ഏറ്റവും പോപ്പുലർ ആയിട്ടാണ് എല്ലാവരും അത് ഓർഡർ ചെയ്യുന്നത്. പിന്നെ കുറേ ഒരു ബിരിയാണി ഓർഡർ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് അതൊന്നും കഴിക്കാൻ പറ്റില്ല രാത്രി. ഇവരുടെ മട്ടൻ കബാബ് നോക്കട്ടെ, ഫ്രഷ് ആയിട്ട് അവരുണ്ടാക്കുന്ന കേട്ടോ. ഇത്രയും തിരക്കിലും പിടിച്ച് ഇത്രയും ഹൈപ്പിലും. ഇത് എനിക്കൊന്ന് ഗീയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. Oh my god, it's so rich. So ആ ഗ്രില്ലിൻ്റെ ടേസ്റ്റും ആ മട്ടൻ്റെ റിച്ച്നെസ്സും, ലുക്ക് അറ്റ് ഹൗ ജ്യൂസ് ഇറ്റ് ഈസ്. നമുക്ക് റോട്ടിക്കുള്ളിൽ റാപ്പ് ചെയ്തിട്ട് കഴിക്കാം. അൺബിലീവബിൾ. ഞാൻ ലൈഫിൽ ഗൾഫിലുണ്ടായിട്ട് പോലും ഇങ്ങനത്തെ ഒരു ചീസ് കബാബ് കഴിച്ചിട്ടില്ല. വെറുതെ അല്ല തിരക്ക്. Just look at it, how it's oozing and full of spices and mild spices. ഇവിടുത്തെ റുമാലി റൊട്ടിക്ക് എന്തൊരു തിന്നാന്നറിയാം. നൈസാ, ട്രാൻസ്പാരൻ്റ് ആക്ച്വലി. ഓക്കെ, നാട്ടിൽ കിട്ടുന്ന റുമാലി വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിന് ഇത് വലിയ സൈസാണ്. എനിക്കൊന്ന് 250 രൂപ കണ്ടേ ഉള്ളൂ. ഇത് ഇങ്ങനെ പിടിച്ച് ആ ലുക്ക്, ആ ജ്യൂസിനെസ്സും ആ ഒരു ബേൺ ഫ്ലേവറും സ്പൈസസും. കൊതിയാവുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നാളത്തെ വ്ളോഗിന് റെഡി ആയിക്കോ കേട്ടോ. കഴിക്കാനൊക്കെ പാടാണ്, പക്ഷെ ഇൻ ദ സെൻസ് ആംബിയൻസ് ഒന്നും ഇല്ല, പക്ഷെ ഫുഡ് എൻ്റെ അമ്മോ. എൻ്റെ കൂടെ ഇവരുടെ കുറച്ച് സവാളയും മിൻറ്റ് ചട്നിയും ഉണ്ട്, നമുക്ക് അതും കൂടെ വെച്ചിട്ട് കഴിക്കാം. മിൻറ്റും ഗ്രീൻ ചില്ലിയും കൂടെ അരച്ചുള്ള ചട്നിയാണ്. മട്ടൻ്റെ ഫ്ലേവർ ഉണ്ട്, പക്ഷെ മട്ടൻ്റെ ഒരു ഗെയിം ഒരു സ്മെല്ലില്ല ചിലപ്പോൾ, അതൊന്നുമില്ല. അടിപൊളി സംഭവം തന്നെ. വെറുതെ അല്ല ഇത്രയും ടേസ്റ്റ്. ഇത് ബട്ടറാണ്, ബട്ടർ. ഫൈനലി ഇത് ഇവരുടെ എന്തോ വിൻ്റർ സ്പെഷ്യാലിറ്റിയാണ്. ഫുൾ നെയ്യാന്ന് തോന്നുന്നു. ഗോന്ദ് കി ഹൽവ എന്ന് എഴുതിയിരിക്കുന്നത്, GOND. എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താ സംഭവം. ഇത് ടേസ്റ്റ് നോക്കട്ടെ. നെയ്യിൻ്റെ സ്മെല്ല് അടിച്ചിട്ടെ. എന്താ വെച്ചത് ഉണ്ടാക്കില്ല? ചൗവരിയോ? അല്ലല്ലോ, എന്താന്ന് എനിക്കറിയാം. ഭയങ്കര ടേസ്റ്റ്. ഗാജർ ഹൽവേനും കാട്ടി ടേസ്റ്റ്. നല്ല ചൂടുണ്ട്. പെർഫെക്റ്റ് വിന്റർ ഡിസേർട്ട്. ഹാർട്ടി, റിച്ച്. ഓരോ ബൈറ്റിലും കടിക്കുമ്പോൾ നമ്മൾ ഒരു സ്പൂൺ നെയ്യ് കഴിക്കുന്നതിൻ്റെ സംഭവം. എൻ്റെ കൂടെ അതെ കാഷ്യൂ ഉണ്ട്. ആ നെയ്യാണ് ഈ താഴെ മൊത്തം കിടക്കുന്നത് ഇതില്. എന്താ ഇത്, എന്തൊരു ടേസ്റ്റ് ഇത്. എന്തായിരുന്നു ക്രേസി എക്സ്പീരിയൻസ്. എനിക്ക് എന്താ കംഫർട്ടബിൾ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കംഫർട്ടബിൾ അല്ല. എനിക്ക് ഭയങ്കര ഈ ഒരു ക്രൗഡും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അൺഹൈജീനിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഓൾവേസ് ബീൻ ലൈക്ക് ദാറ്റ്. കേരളത്തിലെ തട്ടുകടന്ന് ഇത് വെച്ച് നോക്കുമ്പോൾ സ്വർഗമാണ്. ഇത് ഇത്രയും പോപ്പുലറായിട്ട് ഈ നടന്നു പോകുന്ന ഏരിയ എല്ലാം പ്രശ്നമാണ്. എന്തായാലും റൂമിൽ പോയി കൺക്ലൂഷൻ എടുക്കാം. എൻ്റെ പ്രശ്നം എന്താ അറിയോ, ആ റൂമിൻ്റെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വണ്ടി കിട്ടില്ല. ഊബറൊന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഏരിയയിൽ. സോ നോക്കട്ടെ എങ്ങനെയാണ് പോകാൻ പറ്റുമെന്ന്. സൈക്കിൾ റിക്ഷ ആണെങ്കിൽ അവർക്ക് സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 1 മണിക്കൂർ എടുക്കും. മെട്രോ എല്ലാം ഉണ്ടോ നോക്കട്ടെ. ഇത് തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഇതുപോലത്തെ ഇലക്ട്രിക് സ്കൂൾ ഓട്ടോ. അല്ലാതെ ഈ സ്ട്രീറ്റ്സിൽ കൂടെ പോകാൻ പറ്റില്ല. മെട്രോ ആണെങ്കിലും കുറേ ദൂരം നടക്കാറുണ്ട്, പിന്നെ മെട്രോ കയറി പിന്നെയും കുറേ നടക്കാറുണ്ട്. ഇതാകുമ്പോൾ അവർ പറയുന്നതിൻ്റെ പകുതി വല്ല വേഷിയിട്ട് ഇതിൽ തന്നെ പോവുക, അത് നടക്കുള്ളൂ. രാത്രി ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ട്രാഫിക് കുറവായതുകൊണ്ട്. രാവിലെ ഒന്നും എനിക്കറിയില്ല എന്ത് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ കുറേ സ്ഥലത്ത് പോകണം എന്നുണ്ട്.
ഞാൻ ഈ ഓട്ടോയിലാണേ വന്നത്. ഞാൻ ഈ ഓട്ടോയിൽ വന്നിട്ട് അവർ ഈ റോഡിൻ്റെ അകത്ത് പോലും കയറ്റുന്നില്ല, അത്രയും പാടാ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നടന്ന് പോകണം. ഭയങ്കര അബദ്ധമായി പോയി ഞാൻ ഇവിടെ അടുത്ത്. വീണ്ടും പറയാം. പക്ഷേ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം, ഒരിക്കലും ഞാൻ ഒരിക്കലും എക്സ്പ്ലോർ ചെയ്യില്ല ഇങ്ങനത്തെ സ്ഥലമൊന്നും. പക്ഷേ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വേണ്ടിയായിരിക്കും എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടിയത് കോയിൻസിഡൻ്റലി. എന്തായാലും തിരിച്ച് എൻ്റെ റൂമിലേക്ക് എത്തി. ഇവിടെ ഇസ്രേലി റഷ്യൻ കുറേ ഇസ്രേലീസിനെ റഷ്യൻസിനെ റോഡിൽ കൂടെ കണ്ടു. ഈ മാർക്കറ്റിൻ്റെ ഈ ഏരിയ താമസിക്കുന്നത് അതെന്താ കാര്യം എന്നറിയില്ല. ചൗരി ബസാർ എന്നാണ് തോന്നുന്നു എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. 6 ചൗരി ബസാർ അതാന്ന് തോന്നുന്നു എനിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. എന്തായാലും ഹോട്ടൽ വലിയ കുഴപ്പമില്ല. ഈ ഹോട്ടലിനകത്ത് കയറിയിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ കാര്യം എനിക്ക് ആകെക്കൂടെ ഒരു കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ലാൻഡ് ചെയ്ത സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലമായിരിക്കും. പക്ഷേ ഞാൻ ഒരു ചുറ്റുമായിട്ടിട്ട് ഈ ഒരു ഏരിയയും പിന്നെ മറ്റേ ഇപ്പോൾ കഴിക്കാൻ പോയ ഏരിയയെല്ലാം നടന്നാണ് പോയത്. വീക്ക് ഡേ ആൻഡ് രാത്രി. ഇറ്റ് വാസ് ഒരു കാര്യം എനിക്ക് പറയുള്ളൂ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ശരിക്കും ഇപ്പം തിരിച്ച് കേരളത്തിൽ പോകുമ്പോൾ ഐ ട്രൂലി ഫീൽ കേരളം സ്വർഗമാണ്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. വേൾഡിൽ ഇപ്പോൾ ഫിൻലൻഡിൽ പോയാലും അവർക്കും 100 കൂട്ടം പ്രശ്നമുണ്ട്. പക്ഷേ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും കേരളം സ്വർഗമാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായാലും നാളെ ഇവിടുത്തെ ഐക്കോണിക് ഫുഡ് സ്പോട്ട്സ്, ആ ഫുഡ് ഞാൻ രാത്രി കഴിച്ച സംഭവമായിരുന്നു കേട്ടോ. അവിടെ ഒരു മലയാളീനെ ഞാൻ കണ്ടിരുന്നു. അവർ 4 ഫ്രണ്ട്സായിട്ട് വന്നതാണ്. അവർക്ക് അവിടെ ഇരിക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് പാർസൽ വാങ്ങിക്കൊണ്ട് പോയി. അപ്പോൾ എന്തായാലും നാളെ ഞാൻ ചാന്ദിനി ചോക്കിലൊക്കെ പോയി കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ലോക്കൽ ഏരിയയിൽ അതും പറ്റുമെങ്കിൽ ഒന്ന് വ്ളോഗ് ചെയ്യുകയായിരിക്കും. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇനി ഡൽഹി വ്ളോഗ്സിൻ്റെ ചെറിയ കുട്ടി സീരീസ് ആയിരിക്കും വരുന്നത്. നാളെ എനിക്ക് പോലെ ചൈന വിസ ഓഫീസിലൊന്ന് പോകണം ബയോമെട്രിക്സ് കൊടുക്കാനായിട്ട്. സോ നാളെ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.